സ്വിച്ച് ഇട്ടാൽ മഴ പെയ്യുന്നു. അതെത്ര വരണ്ട പ്രദേശമായാലും ശരി. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം വളർന്നിരിക്കുന്നു. അതിതാ ഇവിടെ എത്തി നിൽക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? എന്നാൽ കേട്ടോളൂ, ഇത് ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ചതല്ല കേട്ടോ. ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ട് ഈ അത്ഭുത കണ്ടെത്തലിന്. എങ്കിൽ നമുക്ക് ഈ കഥയൊന്നറിഞ്ഞാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അർജന്റീനയെ അറിയാത്തവരില്ല. കാൽപന്ത് കളിക്കാരുടെ ദൈവം മെസ്സിയുടെ സ്വന്തം നാട്. അതിനു മുൻപേ തന്നെ കാൽപന്ത് കളിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ നാട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊന്നും അർജന്റീനയുടെ പേര് അങ്ങനെ ഉയർന്നു കേൾക്കാറില്ല. പക്ഷേ ഇവിടെ ഒരു ഇടിവെട്ട് കണ്ടുപിടുത്തം നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? ആ കണ്ടുപിടുത്തമാണ് മഴ പെയ്യിക്കും യന്ത്രം. ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം ദുരൂഹതകളുണ്ട്. അപ്പോൾ കാലവർഷം തകർത്ത് പെയ്യുന്ന ഈ സുഖകരമായ കാലാവസ്ഥയിൽ നമുക്ക് മഴ പെയ്യിക്കുന്ന യന്ത്രത്തിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് എന്താണ് മഴ എന്ന് നോക്കിയാലോ. സൂര്യന്റെ ചൂടേറ്റ് ഭൗമോപരിതലത്തിൽ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന മേഘങ്ങളാവുന്നു. ഈ മേഘങ്ങൾ ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൗമോപരിതലത്തിൽ പതിക്കുന്നതാണ് മഴ. കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജലം ആയിട്ടല്ലാതെ ഐസ് മഴയുണ്ടാകാം. ഇനി നമുക്ക് എങ്ങനെ സ്വാഭാവികമായ മഴ ഉണ്ടാകുന്നു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്കിലും ഞാൻ പറയാം. അന്തരീക്ഷത്തിലെ ഈർപ്പമുള്ള വായു മുകളിലേക്ക് ഉയരുമ്പോൾ വികസിക്കുകയും തൽഫലമായി തണുക്കുകയും ചെയ്യും. തണുക്കുമ്പോൾ ഈർപ്പം ഉൾക്കൊള്ളാനുള്ള വായുവിന്റെ ശേഷി കുറഞ്ഞു വരും. ഉൾക്കൊള്ളാനാവാതെ വരുന്ന നീരാവി ഘനീഭവിച്ച് ജലകണികകൾ ഉണ്ടാകും. ഈ ജലകണികകളുടെ കൂട്ടത്തെയാണ് നമ്മൾ മേഘങ്ങളായി കാണുന്നത്. മേഘങ്ങളിലെ ഇത്തരം ജലകണികകളുടെ വ്യാസം 0.01 മില്ലിയിൽ താഴെ മാത്രമേ വരൂ. അത്ര ചെറിയ കണികകൾ വായുവിൽ നിഷ്പ്രയാസം തങ്ങി നിൽക്കും. ഈ കണികകൾ കൂടുതൽ നീരാവി പിടിച്ചെടുത്ത് വലിപ്പം വെക്കാൻ വേണ്ടി വളരെയധികം സമയമെടുക്കും. മഴത്തുള്ളികളായി ഇവ താഴോട്ട് വീഴണമെങ്കിൽ അവയുടെ വലിപ്പം 1 മില്ലിമീറ്ററിന്റെ 10-1 ആകണം. ശക്തമായ മഴയത്ത് വീഴുന്ന തുള്ളികൾക്ക് 5 അതിലധികമോ മില്ലിമീറ്റർ വ്യാസമുണ്ടാകും. വ്യാസം 100 ഇരട്ടി ആകണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ജലം 10 ലക്ഷം ഇരട്ടി ആകേണ്ടതുണ്ട്. ഇന്ന് കൃത്രിമ മഴയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതേസമയം എങ്ങനെയാണ് ഒരൊറ്റ യന്ത്രം കൊണ്ട് ഇത്രയും വലിയ പ്രവർത്തനത്തിലൂടെ നടക്കുന്ന മഴ ഉണ്ടാക്കുന്നതല്ലേ? നമുക്ക് അതിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോഴെങ്ങുമല്ല. ഈ യന്ത്രത്തിന്റെ ഉത്ഭവ കഥ അതങ്ങ് 1926 അർജന്റീനയിലെ എൻട്രോ റിയോസ് പ്രവിശ്യയിൽ ജനിച്ച ഒരു എഞ്ചിനീയർ ആയിരുന്നു യുവാൻ ബൈഗോറി വെലാർ. അർജന്റീനയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിന് ശേഷം ഇറ്റലിയിലെ മിലൻ സർവകലാശാലയിൽ നിന്ന് വെലാർ ജിയോസഫിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം പല രാജ്യങ്ങളിലും ജോലി ചെയ്തു. ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്ത് കണ്ടെത്താനായി ഐഡേ വെലാർ ഒരു സംവിധാനം കണ്ടെത്തി. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് തിരിയുന്ന ഒരു സംവിധാനം ആയിരുന്നു അത്. ബൊളീവിയയിൽ 1926 ഇത് പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ മഴ പെയ്തു. ആദ്യം വെലാർ ഇത് കാര്യമായി എടുത്തില്ല. എന്നാൽ പിന്നീടും ഇത് തന്നെ സംഭവിച്ചതോടെ എന്തോ ഒരു പന്തികേട് അയാൾക്ക് മണത്തു. തന്റെ യന്ത്രത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ് ആ മഴയ്ക്ക് കാരണമായതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1929 വെലാർ അർജന്റീനയിലേക്ക് തിരിച്ചു വന്നു. അവിടുത്തെ അരഹുവോയിൽ താമസമുറപ്പിച്ച് ഒരു പരീക്ഷണശാലയും അദ്ദേഹം സ്ഥാപിച്ചു. തന്റെ പഴയ യന്ത്രത്തിൽ കുറെ പരിഷ്കാരങ്ങൾ നടത്തിയ വെലാർ ഒരു ടിവിയുടെ വലുപ്പത്തിൽ ഒരു യന്ത്രമുണ്ടാക്കി. അതായിരുന്നു മഴ പെയ്യിക്കുന്ന യന്ത്രം. ഒരു ബാറ്ററിയും കുറെ ആണവ വികിരണ ശേഷിയുള്ള രാസവസ്തുക്കളും 2 ആന്റിനകളും അടങ്ങിയതായിരുന്നു യന്ത്രം. ഇന്നും ഇതിന്റെ കൃത്യമായ ഘടനയും ഉപയോഗിച്ച വസ്തുക്കളും ആർക്കും അറിയില്ല. പരീക്ഷണത്തിന്റെ ഭാഗമായി ആ വർഷം ജൂലൈയിൽ വെലർ കുറെ മഴ പെയ്യിപ്പിച്ചെന്ന് അദ്ദേഹം തന്നെ സ്വയം അവകാശപ്പെടുന്നുണ്ട്. പിന്നീട് സ്പോൺസർഷിപ്പിന് വേണ്ടി അർജന്റീനയിലെ അധികൃതർ അറിയിക്കുകയും ചെയ്തു. സാന്റിയാഗോ ഡെൽ എസ്ട്രോ എന്ന മഴ പെയ്ത്ത് തീരെ കുറവുള്ള പ്രദേശത്ത് മഴ പെയ്യിക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. 55 മണിക്കൂർ തന്റെ യന്ത്രം അവിടെ പ്രവർത്തിപ്പിച്ച് വെലാർ ഒടുവിൽ മഴ പെയ്യിച്ചു എന്നാണ് കഥ. പിന്നീട് പൊതുജനങ്ങളുടെ മുന്നിലും വെലാർ മഴ പെയ്യിപ്പിച്ചു. ഇതോടെ അദ്ദേഹം പ്രശസ്തനായി മാറി. വിരുന്നുകളും മാധ്യമ ഇന്റർവ്യൂകളും അദ്ദേഹത്തെ തേടി വന്നു. അർജന്റീന സർക്കാരും US പോലും കമ്പനികളും ചോദിച്ചിട്ടും തന്റെ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഒടുവിൽ അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം ആരംഭിച്ചു. യന്ത്രത്തെപ്പറ്റി എല്ലാവരും മറന്നു കഴിഞ്ഞു. 1972 ആയപ്പോഴേക്കും വെലാർ അന്തരിക്കുകയായിരുന്നു. യന്ത്രം ഏതോ ആക്രിക്കടയിലേക്ക് പോയി എന്നാണ് കഥ. ഈ ദുരൂഹ യന്ത്രം സത്യമാണോ അതോ നുണയാണോ എന്നൊന്നും ആർക്കും ഇന്നും അറിയില്ല. മഴ പെയ്തത് വെലാറിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് വരെ പലരും പറയുന്നുണ്ട്. ആ യന്ത്രത്തിന് പിന്നീട് എന്തു പറ്റി? എനിക്ക് തോന്നുന്നത് വെറുമൊരു ടിവിയുടെ വലിപ്പത്തിലുള്ള യന്ത്രം കൊണ്ട് ഇതൊക്കെ നടക്കുമെന്നത് വെറും സങ്കല്പം മാത്രമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഇത് വെലാറിന്റെ ഭാഗ്യമാണോ അതോ സത്യമാണോ? എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.